ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇപ്പം നല്ല മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്കിന്ന് നല്ലൊരു മാങ്ങാക്കറി ഉണ്ടാക്കിയാലോ? ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളൊരു മാങ്ങാക്കറി. അപ്പോൾ നോക്കാം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുന്നേ നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? അതിനുവേണ്ടി ഞാനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ചെനച്ച മാങ്ങ എടുത്തേക്കുന്നത്, ചെറിയ മധുരമുള്ള മാങ്ങയാണ്, ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ. ഇനിയിപ്പം നിങ്ങളുടെ ഇങ്ങനത്തെ മാങ്ങ ഇല്ലെങ്കിൽ ഇനി പച്ച മാങ്ങയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെനച്ച മാങ്ങ കിട്ടുവാണെങ്കിൽ അതുകൊണ്ട് വേണം ഇത് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ടേസ്റ്റ് കൂടുതലായിരിക്കും, ചെറിയൊരു മധുരമൊക്കെ കറക്കി കിട്ടുവേ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് കഴുകിയെടുത്ത മാങ്ങയായിരുന്നു. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരുപാട് പുളിയുള്ള മാങ്ങയൊന്നും എടുക്കല്ലേ കേട്ടോ. പുളിയുള്ള മാങ്ങ എടുത്താൽ കറിക്ക് ഒരുപാട് പുളിയായി പോവേ. ഇത് കാണുമ്പോൾ ഓർക്കും മധുരം ഉണ്ടെന്ന്, പക്ഷേ ഒരുപാട് മധുരമൊന്നുമില്ല, ആവശ്യത്തിന് മധുരമുണ്ട്, എന്നാൽ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് ഇത്. അങ്ങനെ എല്ലാം അരിഞ്ഞെടുത്തു. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉപ്പും കുറച്ച് കറിവേപ്പിലയും 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാമേ. അത് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു തേങ്ങയുടെ അരമുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ 2 കഷ്ണം വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരു 1/4 സ്പൂൺ ജീരകവും ചേർത്ത് കൊടുത്ത് പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്താൽ മതി. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ട് നമുക്ക് വേണ്ടത് തൈരാണ്. ഇത് പുളി കുറവുള്ള തൈര, നമ്മുടെ മാങ്ങയുടെ പുളിയൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് പുളിയുള്ള തൈര് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോഴത്തെ ഇതേ അരപ്പൊക്കെ അരച്ചപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങയുടെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് മാങ്ങ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് ഒരുപാട് വെള്ളമുള്ള കറിയല്ല, ഒരു കുറുകിയ മാങ്ങാക്കറി കേട്ടോ. എന്നിട്ട് അരപ്പ് നമുക്ക് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം കേട്ടോ. ഇത് അരപ്പ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും അതിലേക്ക് ഞാൻ അടിച്ച് വെച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തൈര് എടുക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം, ഒരുപാട് പുളിയുള്ളത് ചേർക്കാൻ പാടില്ല കേട്ടോ. അങ്ങനത്തെ തൈരും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ, ഒരുപാട് ചൂടാക്കരുതേ. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, കുറച്ചുകൂടെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് ഒരു 1/4 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടുന്നത് 2 ചുമന്നുള്ളി ചതച്ചതാട്ടോ. ചുമന്നുള്ളി ചതച്ചത് തന്നെ എടുക്കണം, അരിഞ്ഞതെടുക്കല്ലേ. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചുമന്നുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ ചുമന്ന മുളക് പിച്ചി ഇട്ടാലും മതി, കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ഇടുമ്പോൾ നമ്മൾ എരിവ് ശ്രദ്ധിക്കണം, നമ്മുടെ ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക. ഞാനൊരു 1/4 സ്പൂണാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ 2-3 ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 2-3 ഉലുവ മതി കേട്ടോ, ഒരുപാടൊന്നും ചേർക്കരുതേ. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2 മുളക് പിച്ചി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നുള്ളു കായപ്പൊടി കേട്ടോ. ഈ കായപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു മണം കിട്ടുവേ, നല്ല രുചിയുമാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കായപ്പൊടിയൊക്കെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് ഈ കറിക്കൊരു ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. അങ്ങനെ അതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ മാങ്ങാക്കറി, വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കിയില്ലേ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചോറിനാൻ നമുക്കിത് മാത്രം മതി, ചെറിയ പുളിയും മധുരമുള്ള നമ്മുടെ മാങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ടാറ്റാ.